പെൺകുട്ടികളുടെ തലക്കെങ്ങനെയാണ് പുരുഷ പോലീസ് അടിക്കുക, ശരീരത്തിൽ ചവിട്ടുക ബൂട്ടിട്ടിട്ട്? കേരളത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാവുക? പ്രത്യക്ഷത്തിൽ കാണിച്ചു തരാൻ ക്രൂരത എന്ന നിലയിൽ ചോര വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ശക്തമായ അക്രമമാണ് ഉണ്ടായത്, അത് പെൺകുട്ടികൾക്ക് നേരെ. ഒരു വനിതാ പോലീസ് പോലും ആ സമയത്ത് ആ ഫോഴ്സിലില്ല. ആ ഫോഴ്സിൽ അപ്പോൾ ഒരു വനിതാ പോലീസ് പോലും ഇല്ല. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവിടെയുണ്ട്. പക്ഷെ എന്നിട്ടും ഈ പോലീസുകാരെ വെച്ച് അടിച്ചൊതുക്കാനായിരുന്നു തീരുമാനം. അതോടൊപ്പം ഈ ബ്ലേഡുമായി മാർച്ചിന് വരാനുള്ള തീരുമാനമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം. ഈ പരിപാടി തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ശക്തമായ പ്രതിരോധം ഉണ്ടാകും. ഏതറ്റം വരെയും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്ക് പോകും. ഇത് ഞങ്ങളുടെ തലക്ക് വെക്കാനായിരുന്നു ഇവരുടെ പരിപാടി. SFI കൊണ്ടുവന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SFI കൊണ്ടുവന്നിട്ട് സ്വന്തം പുറത്ത് ഇങ്ങനെ എടുത്ത് വരയോ? സ്വന്തം പുറത്ത് ഒരു കൈവച്ച് പുറത്തെടുത്ത് വരയോ? ഏത് വെള്ളരിക്ക പട്ടണത്തിലാണ്? ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് കേരളത്തിലെ പോലീസ്? കോൺഗ്രസ്സുകാരും RSSകാരും കാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ആ തിണ്ണമെടുക്ക് കാണിക്കേണ്ടത് ഞങ്ങളോടല്ല, ഞങ്ങളുടെ പ്രവർത്തകരുടെ പുറത്തല്ല. ബ്ലേഡും കൊണ്ട് വരുന്നത് വേറെന്ത് ആവശ്യത്തിനാണെങ്കിൽ അത് ഉപയോഗിച്ച് ആർക്കെങ്കിലും ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലക്കോ അദ്ദേഹത്തിന് ഇടക്ക് താടി വരുന്നതാണ്, അത് അവിടെ പ്രയോഗിച്ചോ, അത് അടിച്ചു കൊടുത്താൽ മതി. കുട്ടികളുടെ മേലെ അത് ഉപയോഗിക്കാനാണ്, ഞങ്ങളുടെ സഖാക്കളുടെ മേലെ അത് ഉപയോഗിക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇത് 10-20 ബ്ലേഡാണ്. ഇത്രയധികം ബ്ലേഡ് എന്തിനാണ്? ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ഇതൊക്കെ? അപ്പോൾ ഇതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരു സമരത്തെ IHRDയിലെയും KP-യിലെയും ഉയർത്തിയ ഫീസ്, അത് കേവലമായ ഫീസ് വർധനവല്ലല്ലോ. 10,000-ൽ നിന്ന് 25,000, 15,000-ൽ നിന്ന് 30,000, 30,000-ൽ നിന്ന് 60,000, ഓരോ ജില്ലയിലും ഓരോ കണക്കാ. കുട്ടികളെല്ലാം ഈ ഫീസ് അടക്കണ്ടേ? അവർക്ക് പഠിക്കണ്ടേ? സർവത്ര വിൽക്കാനാണ് ധവളപത്രവും ബഡ്ജറ്റും നടപ്പിലാക്കിയെടുക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്ന UDF സർക്കാർ. സർവത്ര വിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിലും അവർക്കെതിരെ സമരം നടത്താൻ പറ്റില്ല എന്നുണ്ടോ? അങ്ങനെ കൂടി തീരുമാനിച്ചിട്ടുണ്ടോ? അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൂടാന്നുണ്ടോ? സമരങ്ങൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? അപ്പോൾ ഈ നിലയിൽ സമരങ്ങൾക്കെതിരെ ഇത്തരം ഹീനമായ തേർഡ് റേറ്റ് ക്രിമിനൽ മൈൻഡ് സെറ്റോടുകൂടി ഇടപെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. കേരള പോലീസിൻ്റെ 3-ാം മുറ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഈ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ബ്ലേഡ് കൈൻ്റെ വിരലിൻ്റെ ഇടയിൽ വെച്ച് ശരീരത്തിൽ പ്രയോഗിക്കുന്ന ഈ പുതിയ ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് കൂടി ഇവർ പറയണം. ആ പുതിയ ഐറ്റം കൊണ്ട് വിദ്യാർത്ഥികളുടെ മേത്തേക്ക് വരരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ശക്തമായ പ്രതിഷേധം അതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം അതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ശക്തമായി അതിനെതിരെ നിയമ നടപടിക്ക് SFI തയ്യാറാകും. ഓരോ വിദ്യാർത്ഥിയും ഈ പോലീസുകാർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകും. ആ കേസുമായി മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകും. വിദ്യാർത്ഥികൾ ബാധിക്കപ്പെട്ടവർ, അവരുടെ ശരീരത്തിലുണ്ടായ മുറിവുകൾ, ആ നിലയിൽ കൃത്യമായി അവർക്കെതിരെ നടപടി ഈ തരത്തിൽ വിദ്യാർത്ഥി സമരങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോലീസുകാർ, അവർ പോലീസുകാരല്ല, ക്രിമിനൽസാണ്, അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് SFIക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറണം എന്നുള്ളതാണ് പറയാനുള്ളത്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ കഥകളിലും നമ്മൾ വായനയിലൊക്കെ കേട്ടിട്ടുണ്ട്, തിരുട്ട് ഗ്രാമങ്ങൾ. ആ തിരുട്ട് ഗ്രാമങ്ങളിൽ മോഷണം പഠിപ്പിക്കാൻ വേണ്ടി ആളുകളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ബ്ലേഡ് കൈൻ്റെ ഇടയിൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന പരിപാടി. ഇവരൊക്കെ ഇത് എവിടെ നിന്നാണ് പഠിച്ചത്? പോലീസ് ഫോഴ്സിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ളവർ? അപ്പോൾ കൃത്യമായി ഞങ്ങൾ പറയുന്നത്, കൃത്യമായി അന്വേഷിച്ച് ഇത് ആരാണോ ഇത് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിച്ചിട്ടുള്ളത്, ആ പ്രയോഗിച്ചിട്ടുള്ള പോലീസുകാരനെതിരെ നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടാകുന്നത് ഒരു നിയമ നടപടിയുമായി ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോകും. അതിനാവശ്യകരമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. ഇതാ ആ ശരീരമാണിത്, ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലുണ്ടായ മുറിവാണ്. അതിൽ പോലീസ് അടിച്ചതിൻ്റെ പാട് വേറെ കാണാം, ഈ ബ്ലേഡ് ഉപയോഗിച്ചതിൻ്റെ പാട് വേറെ തന്നെ കാണാം. ബ്ലേഡ് ഉപയോഗിച്ച പാടാണിതാ ഈ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി കാണാൻ കഴിയുന്നത്. പോലീസിൻ്റെ ലാത്തി ചാർജ് വേറെയും കാണാം. അപ്പോൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ടുള്ള ഈ പുതിയ ക്രിയ അത്ര ഭൂഷണമല്ല കേരള പോലീസിന് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സമീപഭാവിയിൽ എവിടെയും ഇതുവരെ കേൾക്കാത്ത ഒരു സ്ഥിതിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇത്രയധികം ബ്ലേഡ് ഉപയോഗിച്ച് ഇതെല്ലാം SFIക്കാരുടെ തലയിലിട്ട് ഈ സമരത്തെ അടിച്ചൊടുക്കാനും SFI സമരങ്ങളൊക്കെ ആകെ ഇത്തരത്തിൽ മോശമാണെന്ന് വരുത്താനുമുള്ള ഈ വലതു മനോഭാവം എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് പറയാനുള്ളത്,
ഈ വിദ്യാർത്ഥികളുടെ ഫീസ് വർധനവിനെതിരെ സമരം ചെയ്യാൻ വന്ന ഞങ്ങൾക്കെതിരെ ഇത്തരത്തിൽ ബ്ലേഡും ഇത്തരത്തിലുള്ള അക്രമ പരിപാടികളുമാണ് ഇവർ സംഘടിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും കേരളത്തെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സംഘപരിവാറിൻ്റെ ആലയിൽ കെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന UDF-നെതിരെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങളിൽപ്പെട്ടവരെ ഇവർ കൊല്ലില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ആ നിലയിലേക്ക് ഈ പോലീസ് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കേരളത്തിൻ്റെ ഭൂതകാലത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. കൂത്തുപറമ്പ് നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ, രാജനെ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ, ഉരുട്ടിക്കൊലകൾ എന്തൊക്കെ ഉണ്ടായി കേരളത്തിലെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ, പോലീസ് ആക്ട് എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ആ പോലീസ് കരുണാകരൻ്റെ പോലീസ് സംവിധാനമാണ്, അതേ സ്വഭാവത്തിലേക്കാണ് ഈ പോലീസിനെ നയിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, UDF ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായി ചെറുക്കും. ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണം. കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി SFI മുന്നോട്ട് പോകുമെന്നുള്ളതാണ് SFIക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. പ്രതിഷേധം എന്ന നിലയിൽ ഞങ്ങൾ എല്ലാ IHRDകളിലും അതോടൊപ്പം തന്നെ ഈ IHRD കേപ്പ് കോളേജുകളിലേക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. പഠിപ്പുമുടക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധ സമരങ്ങൾ വരും ദിവസങ്ങളിൽ കൊള്ളിയും. ഈ ഫീസ് വർധനവ് കുറക്കണം എന്നുള്ള ആവശ്യമാണ് ജനുവിനായി ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതോടൊപ്പം ഈ പോലീസുകാർക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ട് ശക്തമായ മറ്റ് നിയമ നടപടികളിലേക്കും ഞങ്ങൾ കടക്കും. ക്യാമ്പസുകളിലായിരിക്കും, കൂടുതൽ ക്യാമ്പസുകളിലേക്കായിരിക്കും പോകും. പെൺകുട്ടികൾക്ക് 2 പേർക്ക് പരിക്കേറ്റു. അതിന് പുറമെ നമ്മുടെ സഖാക്കൾക്ക് 4 പേർക്കോളം. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ മുൻ ചെയർമാനായിരുന്ന നമ്മുടെ അശ്വിനെ വളഞ്ഞിട്ടാണ് അടിച്ചത്. വളഞ്ഞിട്ട് ഒരു 20 പോലീസുകാർ അദ്ദേഹത്തെ നടുക്കിരുത്തി അടിച്ച് തലയ്ക്കും കൈക്കും കാലിനൊക്കെ അടിച്ചൊതുക്കിയാണ് ആ വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചത്. എന്താണ് കാര്യം എന്ന് കൂടി പറയണം. എന്താണ് കുട്ടികൾ അവിടെ ചെയ്ത കാര്യം? എന്താണ് അശ്വിൻ ചെയ്ത കുറ്റം? എന്താ പറയണമല്ലോ, എന്താണ് ചെയ്ത കുറ്റം? എന്താണ് SFI? ഞങ്ങളെല്ലാവരും പങ്കെടുത്തു. ഞാൻ പങ്കെടുത്തു, സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്തു, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ പങ്കെടുത്തു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇത്തരം സമരങ്ങളിൽ ഞങ്ങളെല്ലാവരും ഇല്ല, ഞങ്ങളിവിടെ ഉള്ളതുകൊണ്ട് എല്ലാവരും സമരത്തിൽ പങ്കെടുത്തു. പക്ഷേ ആ നിലയിൽ ഈ സമരത്തിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു സബ് കമ്മിറ്റി നടത്തേണ്ട സമരമാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, പങ്കെടുത്തു. പക്ഷേ ആ നിലയിൽ ഞങ്ങൾ ഈ സമരത്തെ നോക്കുമ്പോൾ അതൊരു ഭീകരാന്തരീക്ഷത്തിലേക്ക് പോലീസ് കൊണ്ടുപോവുകയായിരുന്നു. വൻതോതിൽ അക്രമം അഴിച്ചുവിടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സഭ നടക്കുന്നത് കൊണ്ടാണോ ഈ ബ്ലേഡ് കൂടി കൊണ്ടുവന്നതെന്ന്? കാരണം പ്രത്യേകിച്ച് തൊട്ട് മുമ്പ് ASF സമരം നടന്നതാണ്. ആ സമരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെയും യുവജനങ്ങൾക്കെതിരെയും ഈ കേരളത്തിൽ തന്നെ മനുഷ്യർ തിരിഞ്ഞു നോക്കാൻ കണ്ടു കഴിഞ്ഞാൽ മൂക്ക് പൊത്തുന്ന വെള്ളവും കൊണ്ട് ആമയിഞ്ചാൻ തോട്ടിലെ വെള്ളം ഉപയോഗിച്ച് മനുഷ്യരുടെ ദേഹത്തേക്ക് ഒഴിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ അത് സർക്കാരിനെതിരെ, സമരങ്ങൾക്കെതിരെയാണ് സർക്കാർ എന്നുള്ളൊരു പൊതുസ്ഥിതി വന്നപ്പോൾ അതിനെ മറച്ചു വെക്കാനും അത് മറികടക്കാനുമാണോ ഈ ബ്ലേഡിൻ്റെ പരിപാടി എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കേരളത്തിൽ അത്രയും മാധ്യമങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടും ഈ ബ്ലേഡുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സഖാക്കളുടെ പുറത്ത് ആ നിലയിൽ തന്നെ അപ്പോൾ തന്നെ എക്സ്പോസ് അതിൻ്റെ കുറ്റവാളി സ്ഥാനത്തേക്ക് SFI എത്തിയില്ല. ഇങ്ങനെയാണ് പലയിടത്തും SFIയെ വേട്ടയാടാൻ വേണ്ടി ഇവർ ഉണ്ടാക്കുന്ന ചില സ്ക്രിപ്റ്റുകൾ. എന്തായാലും KSUവിൻ്റെ ശരാശരി KSUക്കാരൻ്റെ സ്വഭാവമുള്ള ഏതൊരു പോലീസുകാരൻ അതിൻ്റെ അകത്തുണ്ട്. ഒരു സതീശൻ കഞ്ഞിക്കുഴി അതിൻ്റെ അകത്തുണ്ട്. ആ കഞ്ഞിക്കുഴി ഏതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വേണ്ട വിധത്തിൽ ഞങ്ങൾ ആ ചേട്ടന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതും വെച്ച് കൈക്കടയിൽ കൊണ്ടുപോയി വെച്ച് ഇനിയും ഒരക്കാൻ വേണ്ടി വന്നാൽ സ്വാഭാവികമായിട്ടും അത് ഗുണം ചെയ്യില്ല എന്ന് രമേശ് ചെന്നിത്തലയോട് കൂടി പറയുകയാണ്. വേണ്ട പോലീസുകാരോട് പറയേണ്ടതുപോലെ പറഞ്ഞ് അവരെ നിലക്ക് നിർത്തണം എന്നുകൂടി പറയുകയാണ്.